ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്രത്തോളം സ്പാം കോൾസ് എല്ലാം വരുന്നുണ്ട് എന്ന്? ഇത് ദിവസത്തിൽ ഒന്നാണോ രണ്ടാണോ അതോ അതിൽ കൂടുതലാണോ? ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്പാം കോൾ കൊണ്ടുള്ള ഡിസ്റ്റർബൻസ് എല്ലാം കുറയ്ക്കാനുള്ള ഒരു അടിപൊളി ടിപ്പെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഗൂഗിളിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു മാസത്തിൻ്റെ കണക്കെല്ലാം എടുക്കുമ്പോൾ മന്ത്ലി 15 to 90 സ്പാം കോൾസ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു ആവറേജ് കണക്കെല്ലാമാണ്. അപ്പോൾ ഡെയിലി നമുക്കൊരു 3 അല്ലെങ്കിൽ 3-ൽ കൂടുതൽ കോൾസ് എല്ലാം തന്നെ ഇത്തരത്തിൽ സ്പാം കോൾസ് എല്ലാമായി വരുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി കോൾസ് ഇതുപോലെ നമുക്ക് വളരെയധികം ഡിസ്റ്റർബൻസ് എല്ലാം ആകുന്നുണ്ട്. അതിനാൽ തന്നെ ഐഫോൺ യൂസേഴ്സ് എല്ലാം തന്നെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെറ്റിങ്ങുകളെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ഐഫോണിലെ സെറ്റിങ്സ് ഓപ്ഷനിലാണ് പോകേണ്ടത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ എന്നതിൽ പോയതിനു ശേഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ഈ ഒരു iOS 26 എല്ലാം തന്നെയല്ലേ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയ iOS സോഫ്റ്റ്വെയർ എല്ലാം തന്നെയല്ലേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഇവിടെ വീണ്ടും സെർച്ച് എന്നതിൽ പോയി ഫോൺ എന്ന് സെർച്ച് ചെയ്യുക. ഇനി ഇവിടെ ഫോൺ എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഡയറക്റ്റായി നമുക്ക് പോകാൻ സാധിക്കും. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ സ്ക്രീൻ അൺനോൺ കോളേഴ്സ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ നെവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോൾസ് ഫ്രം അൺസേവ്ഡ് നമ്പേഴ്സ് വിൽ റിംഗ് ആൻഡ് മിസ്ഡ് കോൾസ് വിൽ ബി ഡിസ്പ്ലേഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് അൺനോൺ നമ്പറിൽ നിന്നുള്ള കോളെല്ലാം റിംഗ് ആവുകയും അതുപോലെ മിസ് കോൾ ആയി കാണിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രീൻ അൺനോൺ കോൾസ് എല്ലാം വേണമെങ്കിൽ ആസ്ക് റീസൺ ഫോർ കോളിംഗ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ പറയുന്നത് കോൾസ് ഫ്രം അൺസേവ്ഡ് നമ്പേഴ്സ് വിൽ ബി ആസ്ക്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ ബിഫോർ ഐഫോൺ റിംഗ്സ് എന്നാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ എല്ലാം തന്നെ റിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ വിളിക്കുന്ന ആളോട് ആരാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത് എന്നൊരു മെസ്സേജ് എല്ലാം അവർക്ക് ലഭിക്കുകയും അതിന് അവർ റെസ്പോണ്ട് ചെയ്ത് അത് നമുക്ക് കാണാനെല്ലാം സാധിക്കും. അപ്പോൾ ആരാണ് എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡിസ്കണക്ട് ചെയ്യാനെല്ലാം സാധിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഹായ്, ഇഫ് യു ആർ റെക്കോർഡ് യുവർ നെയിം ആൻഡ് റീസൺ ഫോർ കോളിംഗ് ഐ വിൽ സീ ഇഫ് ദിസ് പേഴ്സൺ ഈസ് അവൈലബിൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരു മെസ്സേജ് എല്ലാം അവർക്ക് പോകുന്നു. അതിനുശേഷം അവരുടെ ഭാഗത്ത് നിന്നും എന്തിനാണ് അവർ വിളിച്ചിട്ടുള്ളത്, അതായത് ഒരു ലോൺ പ്രോസസ്സിംഗ് ടീമിൽ നിന്നാണ് വിളിക്കുന്നത്, ഇതാണ് കാര്യമെന്നെല്ലാം ഇവിടെ അവർ പറയുമ്പോൾ അത് നമുക്ക് ഇവിടെ മെസ്സേജായെല്ലാം വരുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് മെസ്സേജായി റിപ്ലൈ കൊടുക്കണോ, അതിനുശേഷം പിന്നീട് കോൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കണോ, ഇങ്ങനെയെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഫോൺ കോൾ സ്ക്രീനിങ് എല്ലാം തന്നെ നേരത്തെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോളെല്ലാം അൺനോൺ നമ്പറിൽ നിന്നും വരുമ്പോഴെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അൺസേവ്ഡ് അല്ലെങ്കിൽ അൺനോൺ നമ്പറിൽ നിന്നും കോളെല്ലാം വരുന്നത് ഇത് തടയണമെങ്കിൽ ഇതിൽ എക്സ്ട്രീമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് കൂടിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റു സെറ്റിംഗ് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിന് പറയുന്നത് ഇവിടെ സൈലൻസ് എന്നൊരു ഓപ്ഷനാണ്. ഈ ഒരു സൈലൻസ് എന്ന ഓപ്ഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സിൽ സേവ് ചെയ്യാത്ത നമ്പർ അല്ലെങ്കിൽ സ്പാം കോൾസ് എല്ലാം വരുന്നതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ സൈലൻ്റ് ആക്കും. അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ വരുന്നില്ല, എല്ലാ കോളും സൈലൻ്റ് ആകും. അതുപോലെ ഇവിടെ അത്യാവശ്യമുള്ളവർക്ക് അവർക്ക് വോയിസ് മെയിലിലേക്ക് മെസ്സേജ് എല്ലാം അയക്കാൻ സാധിക്കും. അത് നമുക്ക് പിന്നീട് കേൾക്കാനും സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ അവരെ ആ ഒരു വോയിസ് മെയിലെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ച് അവരെ കോണ്ടാക്ട് ചെയ്യാം. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കോൾ ഫിൽറ്ററിങ് എന്നൊരു ഓപ്ഷനെല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൾ ഫിൽറ്ററിങ് ഓപ്ഷനിൽ നമ്മൾ ഇവിടെ അൺനോൺ കോളേഴ്സ് ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മിസ്ഡ് കോൾസ് ആൻഡ് വോയിസ് മെയിൽ ഫ്രം അൺനോൺ നമ്പേഴ്സ് വിൽ ബി മൂവ് ടു ദി അൺനോൺ കോളേഴ്സ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് മിസ് കോൾസ് അല്ലെങ്കിൽ വോയിസ് മെയിൽ എല്ലാം തന്നെ നമ്മൾ അറിയാത്ത നമ്പറിൽ നിന്നുള്ളതെല്ലാം തന്നെ
അൺനോൺ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ അൺനോൺ കോളർ ലിസ്റ്റിലേക്ക് മൂവ് ചെയ്യുമെന്നാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന ഈ ഒരു വോയിസ് കോൾ എല്ലാം തന്നെ ഇത് എവിടെയാണ് കാണുക എന്നെല്ലാം നോക്കാം. ഇതിനായി നമ്മൾ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടെ ഈ നമ്മുടെ ഐഫോണിലെ ഫോൺ ആപ്പിലാണ് പോകേണ്ടത്. ഈ ഒരു ഫോൺ ആപ്പിൽ പോയതിന് ശേഷം നമ്മൾ ഇവിടെ കോൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ കോൾ വന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ സൈഡിലായി ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അൺനോൺ കോളേഴ്സ് എന്ന ഒരു ഗ്രൂപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന വോയിസ് മെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു വോയിസ് മെയിൽ എല്ലാം തന്നെ ഇതിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എല്ലാം നമ്മൾ വായിച്ചതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെയായി ഇവിടെ ഒരു ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന ഏതെങ്കിലും നമ്പർ എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്പാം കോൾസ് എല്ലാം വന്ന് ഇതുപോലെ നമുക്ക് ശല്യമുള്ള നമ്പറുകളെല്ലാം അവരെ എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് ആഡ് ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് എന്ന ഓപ്ഷനിൽ ആഡ് ചെയ്ത് നമുക്ക് അവരെ എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഈ ബ്ലോക്ക്ഡ് കോണ്ടാക്ട് ലിസ്റ്റിൽ അവരെ ആഡ് ചെയ്ത് വയ്ക്കാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ശല്യമുള്ളവരെയെല്ലാം തീർച്ചയായും ഒഴിവാക്കാൻ ഏറ്റവും കൂടുതലായി ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി ഫീച്ചറെല്ലാമാണിത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.